സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1-ന്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1, 3, 4 മാത്രം. 1, 3, 4. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാനാണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗം അല്ലാത്തത്? മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 മാത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? തന്നിരിക്കുന്നു TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല, മറിച്ച് ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. 1-ാം ലോക മഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേയൊരു രാജവംശമായിരുന്നു റോമനോവ് രാജവംശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1, 3 മാത്രം. 1, 3. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യ സംസ്കൃത കൃതിയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാന്റ് അനുവദിച്ചതായി ക്ഷേത്രരേഖകൾ തെളിയിക്കുന്നു. 14-ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും. 6-ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 4 മാത്രം. 2, 4. അടുത്ത ചോദ്യം, നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ചൗരി ചൗര സംഭവം നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 1, 2, 4 മാത്രം. 1, 2, 4. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. അടുത്തത്, കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1905 ഡോക്ടർ പൽപ്പുവാണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്.
1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. തെറ്റ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രം. 1, 2, 3 മാത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു, എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കുവാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. അടുത്ത ചോദ്യം, ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയയും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിന്റെ വഴിത്തിരിവ്, മഴ, നിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്തർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ എന്നതിൻ്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രത്യാഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇത് കാലാവസ്ഥ ഗേറ്റ് വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്. ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ ഡി, 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രം. 1, 3. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. അടുത്തത്, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. അടുത്തത്, വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്.
അടുത്തത്, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഓൺലി 1 and 2. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഓൺലി 2 and 3. അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? 23ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. 1985 ഭരണഘടനയിൽ ചേർന്നു 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വകുപ്പ് വൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓൺലി 1, 3, 4. 1, 3, 4. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം? ഓപ്ഷൻ എ, ഓൺലി 1. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. അടുത്തത്, 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 73. ഓപ്ഷൻ ഡി ആണ്, 1, 2, 3, 4. നാഗാലാൻഡ്, മിസോറം, ജമ്മു ആൻഡ് കാശ്മീർ, മേഘാലയ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്? ഓപ്ഷൻ സി ആണ്, നവംബർ 26, 1949, ജനുവരി 26, 1950. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുവാനുള്ള വകുപ്പ്? ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി? ഓപ്ഷൻ സി, 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെ താൻ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ എ ആണ്, ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണി. ഓപ്ഷൻ സി, പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് PJ ആൻ്റണിയാണ്. സിനിമ ഏതാണ്? നിർമ്മാല്യം. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി ആണ്, കൊടുങ്ങല്ലൂർ. ഭയ കൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഓപ്ഷൻ ഡി ആണ്, സ്വദേശാഭിമാനി. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം? 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏതാണ്? കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏത്? സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറയുന്നവ ഒന്നുമല്ല. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 2, 3. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. അടുത്തത്, ഓൺലൈൻ ഹറാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിയിങ്. ലാൻ വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ്,
1 2. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാന് വാനിനേക്കാൾ വേഗത ഉണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം 2025 പ്രതിപാദം. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഉൾപ്പെടുത്തിയതാണ്. ഇത് ചൊവ്വ ഭ്രമണ പഥ ദൗത്യത്തിൻ്റെ വിജയസൂചകമായുള്ള ആചരണമാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1 2 5 1 3 5 എന്നിവ ശരിയാണ്. 1 3 5 1 3 5. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=gm1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G and R എന്നിവ യഥാക്രമം ഓപ്ഷൻ എ ആണ് ന്യൂട്ടോണിയൻ ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം 6.674 × 10⁻⁻⁻⁰ m³ kg-1 s-2 ആൻഡ് പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. ആഗോള താപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 4 5 1 4 5 1 4 5. അടുത്ത ചോദ്യം, 49ാമത്തെ ചോദ്യം, IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിങ്ങുകൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആക്റ്റീവ് അഡ്സോർപ്ഷൻ അപ്ഡമേഴ്സ്, MX സീൻസ്, ടൈബ്രോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലിവർമോറിയം. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ 51ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ സി ആണ്. 52 ഓപ്ഷൻ ബി. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 54ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 55ാമത്തെ ചോദ്യം 55 ഓപ്ഷൻ ഡി. 56 ഓപ്ഷൻ എ ആണ്. 57 ഓപ്ഷൻ ബി. 58 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ ഡി. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. 61ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് 36. 62 ഓപ്ഷൻ എ. 63ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് 63 ഓപ്ഷൻ ഡി. 64ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 65ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 65 ഓപ്ഷൻ സി. 66ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 67ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 68 ഓപ്ഷൻ ബി. 69 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 70ാമത്തെ ചോദ്യം 70 ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ.
Option C, both 2 and 3. Aren't I? Am I? അടുത്തത് സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രൈൻ ഡാഷ് ബാഡ് കമ്പനി ഫ്രം. A few workers participated in the strike. Didn't they? Where is the bus stand? Said the young man. Change into indirect speech. Option C. The young man wanted to know where the bus stand was. The singer performed. The singer performed melodiously at the concert for 2 hours. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. Option C, both and. There are no less than 50 packets of noodles in the cartoon. Correct the sentence. In the carton. Correct the sentence. Option B. There are no fewer than 50 packets of noodles in the carton. Next year, I dash guitar for 20 years. Will have been playing. Are we not going to finish the lesson today? Change into passive voice. Is the lesson going to be finished by us today? His teacher tried to correct him by giving valuable advices. Correct the sentence. Option C. His teacher tried to correct him by giving valuable advice. Yesterday, Tim parked in a restricted area and the police dashed his truck. Impounded. I was dashed when they rang up and informed that I had won a lottery. On cloud 9. It was her first appearance in public as a performer in Bollywood movies. Give one word for the words in italics. First appearance in public. Option C, debate. The company celebrated the accomplishment of all their goals. Choose the antonym of underlined word. Accomplishment. Option A, failure. The weather is suitable for sowing seeds. Choose a similar word for the underlined word. Suitable. ഉത്തരം ഓപ്ഷൻ ബി ആണ്, congenial. Choose the word that is spelled incorrectly. Option B. Respondi Sylvia's plate means. ഉത്തരം answer please. The thieves dash apartment while the family was on a vacation. Broke into. Antennas dash able cockroaches to sense the surroundings. Choose the correct prefix. En. The phenomenon of glowing seawater signifies changes in the marine environment. Identify the plural of the underlined word from the choices given. Option B, phenomenon. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? ഓപ്ഷൻ ഡി, മാനക ഭാഷ. പ്രേഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേഷക. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴ് പ്ലസ് കോൽ. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? വിദ്യാർത്ഥി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത്? ഓപ്ഷൻ എ, മാരാർ.
പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ്, പാർവതി ഉള്ളവൻ. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി, അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം പ്രമാണം. അവസാനത്തെ ചോദ്യം, തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്